ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അഭിരൂപ് അനിർബാനെയും ദുർഗയെയും കല്യാണം കഴിപ്പിക്കണം, ഈ കാര്യം സംസാരിക്കാൻ റോയ് ചൗധരി വീട്ടിലേക്ക് ആൾ പോകുമെന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. അനിർബാൻ ഇത് ശരിക്ക് അംഗീകരിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അച്ഛനോട് എതിർത്തൊന്നും പറയാനും അവന് പറ്റില്ല. അപ്പോൾ അവനാകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അഭിരൂപ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചാണ്. ദുർഗയെ മരുമകളാക്കിയാൽ ആ സ്ഥലം അവർക്ക് തന്നെ കിട്ടുമെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. പിന്നെ ദുർഗ ബോലിയെ ഒരു പഴയ അമ്പലത്തിൽ കൊണ്ടുവരാണ്. അനിർബാൻ അവിടെ ബോഗയുടെ വേഷം കെട്ടി നിൽക്കുന്നുണ്ടാവും. അവിടെ വെച്ച് ബോലി എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാണ്. ചാരുവിനെ ജയിലിലാക്കിയതും പിന്നെ ബോഗയെ ഞാൻ കൊന്നു, നീ വെറും രൂപം കെട്ടി വന്ന ആളാണെന്നൊക്കെ അനിർബാനെ നോക്കിയിട്ട് ബോലി പറയുന്നുണ്ട്. പക്ഷേ ബോലിക്ക് അറിയുന്നുണ്ടാവില്ല ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടാവുമെന്ന്. ചാരു ഇതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കായിട്ടുണ്ടാകും. ദുർഗ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ജയിലിൽ അവൾക്ക് പഠിക്കാനുള്ള പണമെല്ലാം അയച്ചു കൊടുത്തത് അവളാണെന്നും ബോലിയുടെ സംസാരത്തിൽ നിന്ന് ചാരുവിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കണ്ട് ബോലി ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിർബാൻ അവൻ്റെ മാസ്ക് അഴിക്കാണ്. എന്നിട്ട് ഇന്ന് ചാരുവിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സമ്പൂർണ്ണ ബോലിയെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. നീ ഞങ്ങളെല്ലാവരെയും വിഡ്ഢികളാക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ചാരു അവൾ നിരപരാധിയാണെന്ന് എല്ലാവരുടെയും മുന്നിലും തെളിഞ്ഞ ആ സന്തോഷത്തിൽ അവിടെ നിന്ന് നീങ്ങി നിന്നിട്ട് സത്യങ്ങളെല്ലാം തെളിഞ്ഞു എന്ന് സന്തോഷത്തിൽ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ദുർഗ വരാണ്. അപ്പോൾ ദുർഗയെ കണ്ടിട്ട് ചാരു അവളെ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ഒന്നാവാണ്. അപ്പോൾ അവരെ നോക്കിയിട്ട് അനിർബാൻ എനിക്ക് എന്താ സംഭവിച്ചത്, ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ലക്ഷ്യം മറന്നു പോകുന്നു എന്ന് പറയാണ്. അപ്പോൾ ചാരു അവൻ്റെ അടുത്ത് വന്നിട്ട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുമ്പോൾ അനിർബാൻ അവളോട് നീ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റോയ് ചൗധരി വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം സമ്പൂർണ്ണ ചാരുവിനെ വീണ്ടും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ജുംകി ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇനി ചാരുവാണ് ദേവി എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞാൽ അവൾക്ക് അവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ലല്ലോ എന്നോർത്ത് അവൾ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ദുർഗയോട് മാപ്പെല്ലാം പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ അനിർബാൻ അവൻ്റെ സഹോദരിയോട് ചാരുവിനോട് അവന് തോന്നിയ പ്രണയത്തെക്കുറിച്ചെല്ലാം പറയുന്നതാണ് കാണിക്കുന്നത്. എപ്പോഴാണ് അവളോട് ഇങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയത് എന്ന് എനിക്കറിയില്ല, എന്തായാലും അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ പറയാണ്. അപ്പോൾ ഈ സമയത്ത് അഭിരൂപ് അങ്ങോട്ട് വന്നിട്ട് ചാരുവിനെ നീ ആ കേസിൽ തോൽപ്പിക്കണമെന്നും നാളെ റോയ് ചൗധരി വീട്ടിലേക്ക് നിൻ്റെയും ദുർഗയുടെയും കല്യാണക്കാര്യം സംസാരിക്കാം, നമുക്കെല്ലാവർക്കും കൂടെ പോകണമെന്നും പറയാണ്. പിന്നെ അനിർബാൻ്റെ വീട്ടിൽ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അനിർബാന് ചാരു അവൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നതൊക്കെ ആയിട്ട് തോന്നാണ്. അപ്പോൾ ഇതേ സമയം ദുർഗയും ചാരുവും കൂടിയിട്ട് അഭിരൂപിൻ്റെ ആ വീട്ടിലേക്ക് പ്രോപ്പർട്ടി പേപ്പേഴ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ചാരു അവിടെ വെച്ച് പിടിക്കപ്പെടാണ്. എന്നിട്ട് അഭിരൂപ് എല്ലാവരുടെയും മുന്നിൽ വെച്ചും അവളെ അപമാനിക്കുകയാണ്. ഇത് അനിർബാനും കാണുന്നുണ്ടാവും. അപ്പോൾ അഭിരൂപിൻ്റെ സംസാരത്തിൽ നിന്ന് അനിർബാന് ആ സ്ഥലം അഭിരൂപിൻ്റെ അല്ല മറിച്ച് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ തന്നെയാണെന്ന് മനസ്സിലാവാണ്. അപ്പോൾ അഭിരൂപ് ശരിക്കും അവനോട് നോണവും പറഞ്ഞിട്ടുണ്ടാവുക, ആ സ്ഥലം അഭിരൂപിൻ്റെ പേരിലാണെന്നാവും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവൻ അച്ഛൻ എന്നെ ചതിച്ചു എന്ന് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അഭിരൂപ് ചാരുവിനോട് നാളെ എന്തായാലും നീ ആ കേസിൽ ജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ ആ സീൻ കട്ടായിട്ട് പിന്നെ ആ കേസിൻ്റെ ദിവസമാണ് കാണിക്കുന്നത്. ചാരു വന്നിട്ട് കോടതിയിൽ ആ കേസ് വാദിക്കുന്നുണ്ട്. അങ്ങനെ ആ രാജാബാരി കേസിൽ അവൾ തന്നെ ജയിക്കുന്നുണ്ട്. ആ പ്രോപ്പർട്ടിയുടെ പേപ്പർ അനിർബാൻ അവൻ്റെ അച്ഛൻ അറിയാതെ അവൾക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ജയിച്ചത്. അപ്പോൾ കേസെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ അനിർബാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൾ വരുന്നത് നോക്കിയിട്ട് അനിർബാൻ മനസ്സിൽ എനിക്ക് നീ ഹാപ്പി ആയിരിക്കുന്നത് കണ്ടാൽ മതി, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടിയിട്ടാണ് മിടിക്കുന്നതെന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു, ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്, ഐ ലവ് യു ചാരു എന്ന് പറയാണ്. അങ്ങനെ ചാരു ഓടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ എൻ്റെ നല്ല ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തിൽ സംസാരിച്ച് നിൽക്കുന്നത് അഭിരൂപ് കാണാണ്. അപ്പോൾ അഭിരൂപിന് ആ പേപ്പേഴ്സ് അവൾക്ക് കൊടുത്തത് അനിർബാനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരെല്ലാം വന്ന് ചാരുവിനോട് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം അനിർബാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അഭിരൂപ് അവനെ നല്ല അടിക്കാണ്. നീ നിൻ്റെ അച്ഛനെതിരായിട്ട് തന്നെ പ്രവർത്തിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അനിർബാൻ ഞാനിതെല്ലാം ചാരുവിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, ഞാൻ അവളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അഭിരൂപ് നീ എന്ത് കണ്ടിട്ടാണ് അവളെ പ്രണയിക്കുന്നത്, ഈ വീട്ടിലെ ജോലിക്കാരുടെ വില പോലും അവൾക്ക് പുറത്തില്ല എന്ന് പറഞ്ഞിട്ട് ചാരുവിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയാണ്.
ഇത് കേട്ട് അനിർബാൻ ഇനിയും അവളെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്, കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറാണെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അഭിരൂപിനാകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് ആൾ പോയിട്ട് ഒരു തോക്കെടുത്ത് കൊടുത്തിട്ട് സ്വയം തലയ്ക്ക് വെച്ചിട്ട് നീ ദുർഗയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ സ്വയം വെടിവെച്ച് മരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിർബാനെ നല്ല പേടിയാവുന്നുണ്ട്. അങ്ങനെ അവസാനം ദുർഗയെ കല്യാണം കഴിക്കാൻ അനിർബാൻ സമ്മതം പറയുന്നുണ്ട്. അതിനുശേഷം അനിർബാൻ്റെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് റോയ് ചൗധരി വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് അനിർബാനെ ദുർഗയെ ഇഷ്ടമാണെന്നും ഇവർ തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കാനുമാണ് അവർ വന്നതെന്നും അവരോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ദുർഗയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ചാരുവിനാണെങ്കിൽ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ചാരു ദുർഗയെ മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം, എന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ദുർഗ അന്ന് അനിർബാൻ അവളോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാണ്. അത് ശരിക്കും അവൻ്റെ നാടകമാണ്. പക്ഷേ നമ്മുടെ ദുർഗ അത് വിശ്വസിച്ചിട്ടുണ്ട്. അവന് ശരിക്കും അവളെ ഇഷ്ടമാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് ദുർഗയ്ക്കും അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ചാരുവിനോട് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.